തൻ്റെ പഴയ കാമുകിയുടെ ഹെയർ ക്ലിപ്പ് കാരണം വീട്ടിൽ പ്രേതശല്യമുണ്ടാകുന്നു. അതെ, ഈ കഥയിലെ നായകൻ റോഹൻ്റെ എക്സ് കാമുകി കനി സൂയിസൈഡ് ചെയ്യുന്നു. അവളുടെ വീട്ടിൽ ചെല്ലുന്ന റോഹൻ അവളുടെ ഒരു ഹെയർ ക്ലിപ്പ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നു. അന്ന് തൊട്ട് അവൻ്റെ വീട്ടിൽ പ്രേതശല്യമുണ്ടാകുന്നു. സഹികിട്ട റോഹൻ കനിയുടെ അയൽക്കാരനായ പോറ്റിയുടെ സഹായം തേടുന്നു. എന്നാൽ റോഹനെ ശല്യപ്പെടുത്തുന്നത് കനിയുടെ ആത്മാവല്ല, മറിച്ച് ഒരു ആൺ ആത്മാവാണ് എന്ന് റോഹൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അന്വേഷിച്ച് അവർ കനിയുടെ വീട്ടിലെ ജോലിക്കാരിയായ എൽസമ്മയുടെ വീട്ടിലെത്തുന്നു. റോഹൻ അന്വേഷിക്കുന്നതും എൽസമ്മയുടെ മകനുമായ മനു ഒരാളാണെന്ന് റോഹൻ മനസ്സിലാക്കുന്നു. എൽസമ്മയുടെ വീട്ടിൽ അവരുടെ മകൻ്റെ ജീർണിച്ച ശവശരീരം റോഹൻ കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം ചെയ്തത് എൽസമ്മയായിരുന്നു. അവരുടെ മകനായ മനുവിന് കനിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ ഒരു അസുഖം വന്ന് മനു മരണപ്പെടുന്നു. എൽസമ്മ ആരും അറിയാതെ മനുവിൻ്റെ ശരീരവും കനിയുടെ ഫോട്ടോയും അവൾ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ആ ഒരു മുറിയിൽ സൂക്ഷിച്ചു വെച്ചു. അവളുടെ ചിലങ്കയും അവൻ്റെ കാലിൽ എൽസമ്മ ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ മനുവിൻ്റെ ആത്മാവ് അവിടെ നിന്നും പോകാതെ അവനെ അവിടെ പിടിച്ചു നിർത്തുന്നു. കനിയുടെ ഹെയർ ക്ലിപ്പ് എടുത്തത് ആത്മാവിന് ഇഷ്ടപ്പെടാതെ വന്നതുകൊണ്ടാണ് റോഹനെ ആ ആത്മാവ് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. റോഹൻ ആ ചിലങ്ക മുറിച്ചെടുക്കുകയും അത് തീയിലിട്ട് കത്തിക്കുകയും ചെയ്തു. അങ്ങനെ ആ ആത്മാവ് അവിടെ വിട്ടു പോകേണ്ടി വന്നു. റോഹൻ എയർപോർട്ടിൽ പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് വീണ്ടും അവനൊരു ഒച്ച കേട്ടു. കനിയുടെ ഹെയർ ക്ലിപ്പ് അവൻ അവൻ്റെ വീട്ടിൽ വീണ്ടും കാണുന്നു. അതെ, കനിയുടെ ആത്മാവ് അവിടെ വിട്ടും പോയിട്ടില്ലായിരുന്നു.